السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ അമ്പിയാക്കളെ പറ്റിയും അവൻ ആദരിച്ച മഹാന്മാരെ പറ്റിയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അവരോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനും അത് മുഖേന ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഓതി വെച്ചത് സൂറത്തുൽ കഹ്ഫാണ്. മനുഷ്യ ജീവിതം സൂറത്തുൽ കഹ്ഫുമായിട്ട് വളരെയേറെ ബന്ധപ്പെടണമെന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമുള്ളത്. എല്ലാ ആഴ്ചയിലും അത് ഓതിയിരിക്കണം. വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകമായ സുന്നത്തിലെ വളരെ ആദരവുള്ള കാര്യങ്ങളിൽ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം കാണാം. എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും അതിന്റെ മത്തിനായിട്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, സൂറത്തുൽ കഹ്ഫ് ഓതണം എന്നുള്ളത്. അതിലെ മഹത്തായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ആ വിശ്വാസം ഒരിക്കലും മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ യുവാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടും അവർക്കെതിരിൽ വാളുവങ്ങിയവരുടെ പരാജയവും, അതിനുശേഷം വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഭണ്ഡാരമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ച ചില കാര്യങ്ങളും, എത്ര വലിയ ഉന്നതനായ പണ്ഡിതനാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ടെന്ന സൂചനയും, അതിനുശേഷം ദുൽഖർനൈനി എന്നവരുടെ ചരിത്രവും അവർ ലോകത്ത് നടത്തിയ വളരെ വലിയ യാത്രകളും ആ യാത്രയുടെ അനന്തരഫലങ്ങളും ഇതൊക്കെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുകയും ഇത്തരം മഹാന്മാരുമായിട്ട് ജീവിതത്തെ ബന്ധിപ്പിക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും വേണം. എന്ന് മാത്രമല്ല, അവസാന നാളിലെ ഏറ്റവും വലിയ ദുരിതമാണ് മസീഹുദ് ദജ്ജാലിനെ കൊണ്ടുണ്ടാവുന്നത്. എല്ലാ അമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിനോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ച കാര്യത്തിൽ കാണാം, എല്ലാവരും ദജ്ജാലിനെ തൊട്ട്, മസീഹുദ് ദജ്ജാലിനെ തൊട്ട് അഭയം തേടണമെന്നുള്ള ആ കൽപ്പന ആദം നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, ശീഫ് നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം മുൻകാലത്ത് കഴിഞ്ഞു പോയവരെങ്കിൽ തന്നെ അവർക്കും ഈ ദുഷ്ടന്റെ ഭാഗത്തു നിന്നുള്ള കഠോരമായ ഉപദ്രവം ഏൽക്കേണ്ടി വരുമെന്നാണ്. അത്രയും കാഠിന്യമേറിയ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് പതിവാക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ദുരിതമടക്കമുള്ള എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് നാം പതിവാക്കുക. വെള്ളിയാഴ്ചയെങ്കിലും മുടങ്ങാതെ അത് ചെയ്യുക. അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് സൂറത്തുൽ കഹ്ഫുമായിട്ട് തൽക്കാലം പിരിയുന്ന ഈ നേരത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി. ഇന്ന് നമുക്ക് ഓതാനുള്ള സൂറത്ത് മറിയമാണ്. മറിയം ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഇതിൽ മറിയം ബീവിയുടെ ചരിത്രം മാത്രമല്ല, സക്കരിയ നബിയുടെ, യഹ്യ നബിയുടെയും ഒക്കെ ചരിത്രമുണ്ട്. എന്നാലും അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരിടുന്ന സമയത്ത് അതിലെ മുഴുവൻ ഇയാളുടെ കഥ തന്നെ പറയണമെന്നില്ല. സൂറത്തുൽ ബഖറയുണ്ട്, അതിൽ പശുവിന്റെ ചില സംഭവങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, എന്നല്ലാതെ അത് മുഴുവൻ പശുവിന്റെ അധ്യായമല്ല. ഇതേ ക്രമത്തിലാണ് ഇതിൽ സൂറത്ത് മറിയം. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സ്ത്രീകളുടെ പേരായിട്ട് ഒരൊറ്റ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളത്, മറിയം എന്ന പേരാണ്. 30 സ്ഥലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ഇത് ഉപയോഗിക്കാനുള്ള കാരണം ഈസാ നബി അള്ളാഹുവിന്റെ മകനാണെന്നും അപ്പോ മറിയം ബീവി അള്ളാഹുവിന്റെ സൗജത്താണ്, ഭാര്യയാണെന്നുമുള്ള ഒരു നിരർത്ഥകമായ വാദം പലരും വെച്ച് പുലർത്തി പോന്നിരുന്നു. അവർക്ക് ഖണ്ഡനമാണ്. മാന്യന്മാരാരും അവരവരുടെ ഭാര്യമാരുടെ പേര് പറയില്ല, പഴയ കാലത്തുമില്ല, ഇക്കാലത്തുമില്ല, എക്കാലത്തുമില്ല. അപ്പൊ അള്ളാഹു ഇത് മാത്രം പറയുകയും അത് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തതിൽ നിന്ന് ആ വിഭാഗത്തെ മുഴുവൻ പൊളിച്ചടക്കുകയാണ്, ഖണ്ഡിക്കുകയാണ്. ഈ സൂറത്തിന്റെ ആകെ ആയത്തുകളുടെ എണ്ണം 98 അല്ലെങ്കിൽ 99 ആയത്താകുന്നു. ഇത് മക്കിയത്താണ്, റസൂലുള്ള മക്കക്കാരനായിരിക്കുന്ന കാലത്ത് ഇറങ്ങിയതാണ്. എന്നാലും 2-3 ആയത്തുകളെ പറ്റി 58-ാമത്തെ ആയത്ത് മദനീയത്താണെന്ന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ 59, 60 പറ്റിയും ഈ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്ത് പൊതുവിൽ ഹിജ്റക്ക് മുമ്പ് ഇറക്കപ്പെട്ടതാവുന്നു. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كاف ها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. بسم الله الرحمن الرحيم. റഹ്മാനുദ്ദുന്യയായ റഹീമുൽ ആഖിറയായ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹീതനായിട്ട് സൂറത്ത് മറിയമിന്റെ പാരായണം ഞാൻ ആരംഭിക്കുന്നു. കാഫ് ഹായ ഐൻ സ്വാദ്. ഇത് കാഫ് ഹായ ഐൻ സ്വാദ് എന്നീ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങപ്പെടുന്ന സൂറത്താകുന്നു. ഇതിന്റെ തഫ്സീർ ജലാലൈനിയുടെ തഫ്സീർ അല്ലാഹു അഅലമു ബി മുറാദിഹി ബി ദാലിക എന്നാണ്. ഇതുകൊണ്ട് അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹുവിന് ഏറ്റവും അറിയാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ചിലത് അങ്ങനെയുണ്ട്. എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെ ചിലത് അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ അക്ഷരങ്ങൾ. ഇതാണ് മുൻഗാമികളുടെ വ്യാഖ്യാനം. എന്നാൽ പിൻഗാമികൾ അതിന്റെ പല അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ രണ്ട് ഉന്നതരായ രാജാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവരിൽ നിന്ന് ഒരാള് തന്റെ ആയുധങ്ങളൊക്കെ, താൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങളൊക്കെ മറുഭാഗത്തിന് നൽകുന്നു. ഇതാ ഈ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നീയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. നിനക്ക് കഴിയുമെങ്കിൽ ഈ ആയുധമായിട്ട്, ഇതാ ഞാൻ നൽകുന്ന ഈ ആയുധവുമായിട്ട് ഞാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് നീ വിജയിക്കണം. കളങ്കമില്ലാത്ത രൂപത്തിൽ അത് നൽകും. ഇതിന്റെ അർത്ഥം കായികമായിട്ട് എനിക്കാണോ നിനക്കാണോ ശേഷി എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടണമെന്നതിന്റെ അർത്ഥം. ഇതേ ക്രമത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഇത്തരം അക്ഷരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖിയാമത്ത് നാൾ വരെ കഴിയുമെങ്കിൽ ഇതാ കിടക്കുന്നു അത്തരം അക്ഷരങ്ങൾ. ഇവകൾ എടുത്തുകൊണ്ട് ഈ ഖുർആന്, ആ ഖുർആനിന്റെ 10 ഭാഗം, അതല്ല ഒരു സൂറത്ത് കഴിയുമെങ്കിൽ കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളി എന്നും നിലനിർത്തുന്ന ആ പ്രഖ്യാപനമാണ് ഇത് എന്ന് പറഞ്ഞവരുമുണ്ട്. പലജാതി തഫ്സീറുകൾ പിൻഗാമികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയാം. കാഫ് എന്നതിന്റെ അർത്ഥം അള്ളാഹു കാഫിൻ ലി ഖൽഖിഹി. അള്ളാഹു കാഫിൻ, അവൻ മതിയായവനാകുന്നു. ലി ഖൽഖിഹി, അവന്റെ പടപ്പുകൾക്ക് അള്ളാഹു മതിയായവനാകുന്നു. ഇവന്റെ ചെറുതും വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിർവഹിച്ചുകൊള്ളും. ഹാ എന്ന് പറഞ്ഞാൽ ഹാദിൽ ഇബാദിഹി, അള്ളാഹു അവന്റെ അടിയാറുകളെ ഹിദായത്താക്കുന്നവനാകുന്നു, നന്മയിലേക്ക് ചേർക്കുന്നത് അവനാകുന്നു. ഇയാ എന്നതിന്റെ അർത്ഥം യദുഹു ഫൗക ഐദീഹിം, അവരുടെ ഒക്കെ കരങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കരമുണ്ട്. അള്ളാഹുവാണ് ഇവിടുത്തെ വലിയ അധികാരി എന്ന്. ഐനിന്റെ അർത്ഥം ആലിമും ബി ബരിയത്തിഹി, അവന്റെ സർവ്വ സൃഷ്ടികളെ കൊണ്ടും ഒന്നൊഴിയാതെ എല്ലാം അറിയുന്ന സർവജ്ഞനാകുന്നു അള്ളാഹു. സ്വാദിന്റെ അർത്ഥം സ്വാദിഖും ഫി വാദിഹി, അവൻ ചെയ്ത കരാറുകളിലൊക്കെ കരാറ് പാലിക്കുന്നവനാകുന്നു. ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. അത് നമുക്ക് അത്ര പറഞ്ഞ് നിർത്താം. ദിക്റു റഹ്മത്തു റബ്ബിക, റസൂലുള്ളാഹിയോടാണ് പറയുന്നത്. നിങ്ങളുടെ നാഥന്റെ കാരുണ്യമാണ് പറയാൻ പോകുന്നത്. ആർക്ക് ചെയ്ത കാരുണ്യം? അബ്ദഹു, ആ റബ്ബ് തന്റെ അടിമക്ക് ചെയ്ത കാരുണ്യം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ പറ്റി പ്രയോഗിക്കുന്ന പദമാണ് അബ്ദ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസനായ, അതായത് സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട്, കാരുണ്യം നൽകിയിട്ടുണ്ട്. അത് സംബന്ധമായ ഒരു പറച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് സമയത്താണ് സക്കരിയ നബിക്ക് കനപ്പെട്ട കാരുണ്യമുണ്ടായത്? ഇത് നാദ സക്കരിയ നബി അലൈഹിസ്സലാം വിളിച്ചതായ സന്ദർഭത്തിൽ റബ്ബഹു തന്റെ നാഥനെ വിളിച്ചു. നിദാൻ ഖഫിയ, ആരാരും അറിയാത്ത രഹസ്യമായ വിളിയാണ് വിളിച്ചത്. നട്ടപ്പാതിര സമയത്ത് ആരും കേൾക്കാത്ത വളരെ പതുങ്ങിയ ശബ്ദത്തിൽ, സിർറൻ ഫി ജൗഫിൽ ലൈലി, രാത്രിയുടെ ഉള്ളിൽ വളരെ രഹസ്യമായിട്ട് ചെയ്ത ദ്വായാണ് ഈ ദ്വാ. ആ ദ്വാക്ക് ഒരു പ്രത്യേക ഇജാബത്തുണ്ട്. അന്നഹു അസ്റഉൽ ഇജാബത്തി എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം.
ഇജാബത്തിന് ഏറ്റവും വേഗത കൂടിയതാണ്. കൂരിരുട്ടുള്ള സമയത്ത് ഈ രഹസ്യമായിട്ടുള്ള ദുആ അത് നിർവഹിച്ചു സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ നിർവഹിച്ചപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ കരുണ ലഭിക്കണമെങ്കിൽ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിന് ചോദിക്കുന്നത് വളരെയേറെ ഇഷ്ടമാണ്. സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചോദിച്ചു പിന്നെയും ചോദിച്ചു പിന്നെയും ചോദിക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നതെങ്കിൽ അള്ളാഹുവിനെ ചോദിക്കുന്നത് വളരെ വളരെ താല്പര്യമാകുന്നു. എന്താണ് സക്കരിയ നബി ചോദിച്ചത്? ഖാല സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എന്റെ പടച്ചവനെ, ഇന്നി തീർച്ചയായും ഞാൻ, വഹനൽ അൽമു മിന്നി എന്നിൽ നിന്നുള്ള എല്ലാ എല്ലും ബലഹീനമായിരിക്കുന്നു. എനിക്ക് ശരീരത്തിന്റെ ബലക്കുറവുണ്ട്. മാത്രമല്ല അൽമു എന്നാൽ എല്ല്. വസ്തഅല റസു എന്റെ തല അത് പ്രകാശിച്ചിരിക്കുന്നു. ശൈബൻ നിറയാൽ എന്റെ തല കറുത്ത മുടിയായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ട് വെളുവെളുത്ത മുടിയായി മാറിയിരിക്കുന്നു. തല കത്തിപ്രകാശിക്കുന്നു നിറയാൽ. വലം അക്കുൻ എന്നാൽ ഞാൻ ആയിട്ടില്ല ബി ദുആയിക്ക നിന്നോട് ദുആ ചെയ്യൽ കൊണ്ട് റബ്ബി എന്റെ പടച്ചവനെ ശഖിയൻ ഒരിക്കലും പരാജയപ്പെട്ടവനായിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടല്ലേ. ഞാൻ അബിദും നീ എന്റെ റബ്ബുമല്ലേ. നിന്നോടല്ലേ ചോദിക്കാനുള്ളത്. നിന്നോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചത് കൊണ്ട് എനിക്ക് യാതൊരുവിധ പരാജയവുമില്ല. എനിക്ക് സആദത്ത് വിജയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ചോദിക്കുന്നു, എന്റെ ഈ ചോദ്യത്തിന് നീ ഉത്തരം നൽകണേ എന്ന് കൂരിരുട്ടിൽ നട്ടപ്പാതിര സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ദുആ സമർപ്പിച്ചു. ദുആഇന്റെ ആമുഖമാണ് ഇപ്പോൾ പറഞ്ഞത്. തന്റെ ബലഹീനത വെളിവാക്കുന്നു. പടച്ചവനെ, ഞാൻ എന്റെ കാര്യത്തിന് പോരാത്തവനാണ്. എന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം കിട്ടിയേ പറ്റൂ. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ എല്ലും മുള്ളൊക്കെ വളരെ ക്ഷീണിച്ച നേരമാണ്. എന്റെ തല നരച്ചിരിക്കുന്നു. എനിക്ക് കഴിവുകേടാണുള്ളത്. ഈ ആമുഖമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. وإني തീർച്ചയായും ഞാൻ, ഖിഫ്തു ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു പേടിയുണ്ട്. അൽ മവാലിയ എന്റെ കുടുംബാദികളെ എനിക്ക് പേടിയുണ്ട്. എന്റെ പിതൃവ്യന്മാരുടെ മക്കളും അങ്ങനെയുള്ളവരുമാണ് എന്റെ അവകാശികളായിട്ട് എന്റെ കുടുംബത്തിലുള്ള അടുത്തവര്. മിൻ വറായി എന്റെ മരണാനന്തരം ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഭയപ്പെടുന്നത്? എനിക്ക് മക്കളില്ല. അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടത് ഈ കുടുംബാദികളാണ്. അവർ ഈ കാര്യങ്ങൾ യഥാവിധി നടത്തുമോ എനിക്ക് അത്ര ഉറപ്പില്ല. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് പേടിയുണ്ട്. എന്റെ കാലശേഷം ഞാൻ ഈ നടത്തിയ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന്. അതുകൊണ്ട് മാത്രമല്ല, കാനത്തിൻവാത്തി എന്റെ ഭാര്യയായിരിക്കുന്നു ആക്കരൻ, പ്രസവിക്കാത്തവളായിരിക്കുന്നു. അവൾ ഇന്നുവരെ പ്രസവിച്ചിട്ടില്ല. അവൾക്ക് വയസ്സ് കുറയായി. പ്രസവത്തിന് അവൾക്ക് തടസ്സമുണ്ട്. ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇങ്ങനെയാണ് എന്റെ അവസ്ഥയുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് ഒരു പിൻഗാമിയെ കാണാനില്ല. ഹന്നത്ത് ബീവി എന്നൊരു ബീവി ഉണ്ടായിരുന്നു. ഹന്നത്ത് ബീവി തന്നെ മറിയം ബീവിയുടെ ഉമ്മയാണ് ഹന്നത്ത് ബീവി. ആ ഹന്നത്ത് ബീവിയുടെ സഹോദരി അഷായ് എന്നൊരു ബീവിയുടെ, അഷായ് ഹംസുൻ ബാദഹു ഷീറിൻ പിന്നായി അഷായ് ബീവി. ഇവർ രണ്ടുപേരും ഫാഖൂദ് എന്നവരുടെ മകളായിരുന്നു. രണ്ടുപേരും. ഈ ഹന്നത്ത് ബീവിയുടെ മകളാണ് മറിയം ബീവി. മറിയം ബീവിയുടെ മകനാണ് ഈസ നബി അലൈഹിസ്സലാം. ഫാഖൂദിന്റെ മറ്റൊരു മകളായ അഷായനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിരുന്നത്. അവരുടെ മകനായിട്ടാണ് യഹ്യ നബി ജനിക്കുന്നത്. അപ്പോ വല്ലാത്തൊരു പരമ്പരയും വല്ലാത്തൊരു കുടുംബവുമാണ് അവർ. ആക്കിറാണ് എന്റെ ഭാര്യ. ആക്കിർ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവളാകുന്നു. അതുകൊണ്ട് ഫഹബിലി എനിക്ക് നീ നൽകണേ, മിൻ ലദുൻക നിന്റെ ഭാഗത്തിൽ നിന്ന് വലിയൊരു അവകാശിയെ നൽകണേ. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു പ്രഗത്ഭനായ ഒരു പിൻഗാമിയെ എനിക്ക് നീ നൽകണമെന്ന് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്തു. ഭൗതികമായ കാര്യങ്ങളല്ല തനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്.
താനീ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ജനങ്ങളെ നന്നാക്കുകയും ചെയ്യുന്ന നല്ലൊരു പിൻഗാമിയെ എനിക്ക് നീ നൽകണം. ഫഹബിലിമില്ലതും വലിയ അവനുണ്ടാകേണ്ടുന്ന അവന്റെ വിശേഷണം, യരിസിനി എന്നെ അവൻ അനന്തരമെടുക്കും. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് സമ്പത്ത് എടുത്തെടുക്കാൻ ഉണ്ടാവുകയില്ല. അവരിൽ നിന്ന് എൽമും തഖ്വയും ലോകത്തിന് അത്തരം മാതൃകകളൊക്കെയാണ് പകർത്താനുള്ളത്. അതാണ് അവരുടെ അനന്തര സ്വത്ത്. യരിസുനി എന്നെ അവൻ ഇറുസെടുക്കും, അനന്തരമെടുക്കും. മാത്രമല്ല യരിസുമിൻ ആലി യാക്കൂബ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ നിന്ന് നല്ല ശീലമുള്ളവരല്ലേ അവരിൽ നിന്നും അനന്തരമെടുക്കും. അങ്ങനെയുള്ള ഒരു സന്തതിയെ എനിക്ക് നീയാക്കണം. യാക്കൂബ് നബിയുടെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. എന്റെ പിതാമഹനാണ് യാക്കൂബ് നബി. അതുകൊണ്ട് എന്റെയും ഈ കുടുംബത്തിന്റെയും പാരമ്പര്യമൊക്കെ നിലനിർത്തുന്ന നല്ലൊരു മകനെ നീ നൽകണം. വജാൽഹു, മാത്രമല്ല കുട്ടിയെ നീ ആക്കണം റബ്ബി എന്റെ പടച്ചവനെ റളിയൻ, തൃപ്തികരമായ സ്വഭാവമുള്ളവനാക്കണം. ഒരുത്തൻ ദുആ ചെയ്യേണ്ടത് അവന്റെ സന്താനം ജനിക്കണമെന്നല്ല, മറിച്ച് ജനിക്കുന്ന സന്തതി നല്ലവനായിരിക്കണം. തൊട്ടു മുമ്പുള്ള സൂറത്തിൽ നാം കണ്ടല്ലോ, ഖളിർ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതിന്റെ കാരണം പറഞ്ഞത് ആ കുട്ടി വലുതായാൽ അതിന്റെ മാതാപിതാക്കളെ പിഴപ്പിക്കും. അപ്പൊ സ്വന്തത്തിൽ പിഴപ്പിക്കുകയും ചെയ്യുന്നവനായി തീരും. അതുകൊണ്ട് അത് ഉണ്ടാകരുത് എന്ന നിലക്കാണ് നശിപ്പിച്ചത്. അപ്പൊ മക്കൾ ഉണ്ടാകാനല്ല ഏറെ പ്രയാസം, ആ ഉള്ളത് നന്നായി കിട്ടാനാണ്. ആ ദുആ ആമുഖമായിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം നിർവഹിച്ചു. ഇങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം ആ സക്കരിയ നബി അലൈഹിസ്സലാമിന് ലഭിച്ചത്. അതാണ് ദിക്റു റഹ്മത്തി റബ്ബിക. ഇതിന്റെ ഇജാബത്തായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. യാ സക്കരിയ, ഓ സക്കരിയ നബിയെ, ഇന്നാ നുബശ്ശിറുക, തീർച്ച നിങ്ങളെ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ബിഗുലാമിൻ, ഒരു സന്തതിയെ കൊണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട രൂപത്തിലുള്ള ഒരു സന്തതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന സന്തോഷ വാർത്ത ഇതാ അറിയിക്കുന്നു എന്ന് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഇജാബത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞു. ഇസ്മുഹു, അവന്റെ പേര് വെക്കേണ്ടത് യഹ്യ, യഹ്യ എന്നാകുന്നു. ലൻ നജഅൽ ലഹു, ഈ യഹ്യക്ക് നാം ആക്കിയിട്ടില്ല മിൻ ഖബ്ലു, ഈ ആൾക്ക് മുമ്പ്, സമീയൻ, ഇതേ പേര് നൽകപ്പെട്ട ലോക ചരിത്രത്തിൽ ആദ്യത്തെ യഹ്യയാണ് ഈ യഹ്യ. ഇതിന്റെ മുമ്പ് ഒരു യഹ്യയും ലോകത്തുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ പേരിൽ ഒരാളുണ്ടാകാൻ പോകുന്നത്. ഇത്രയും വിവരങ്ങൾ അള്ളാഹു അറിയിച്ചു. അള്ളാഹുവിന്റെ ഇജാബത്തുണ്ടായി. അപ്പോ ശരീരം വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, വയസ്സാണെങ്കിൽ വളരെ അധികരിച്ചിട്ടുണ്ട്, തലയാണെങ്കിൽ ധരിച്ചിട്ടുണ്ട്, ഭാര്യയാണെങ്കിൽ അവർക്കും വയസ്സ് അത്യാവശ്യത്തിൽ അധികമുണ്ട്, അവരാണെങ്കിലോ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണുള്ളത്. എന്നിട്ടും അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചാണ് ഉണ്ടായത്. ഒരു സന്തതി ജനിക്കണമെന്നായിരുന്നു. അന്ന് സക്കരിയ നബി അലൈഹിസ്സലാമിന് 120 വയസ്സുണ്ടായിരുന്നു. 120 വയസ്സ്. തന്റെ ഭാര്യ മേൽ പറയപ്പെട്ട ബീവിക്ക് 99 വയസ്സുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഈ സന്തോഷവാർത്ത അറിയിച്ചത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നാം ഒക്കെ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. എന്ത് ഞാൻ എത്ര ദുആർന്നിട്ടുണ്ട്, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പൊറുതികേട് കാണിക്കാറുണ്ട്. യഹ്യ നബിയുടെ ഈ ജനനത്തെക്കുറിച്ച് സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചതിന് ശേഷം 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോ ഉത്തരം ഇതാ തന്നു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമുള്ളതാണിത്. അപ്പൊ അള്ളാഹു അതിന്റെ ഏറ്റവും അത്യുത്തമമായ സമയം നിശ്ചയിച്ചിരിക്കും. അപ്പോഴേ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടൂ. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന നേരമൊക്കെ നല്ല നേരമായിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം അറിയുന്നവനായ അള്ളാഹു അതിന്റെ ഉത്തരം നൽകുമ്പോൾ അതിന്റെ ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് കിട്ടിയപ്പോഴല്ല, കിട്ടിയിട്ട് നമുക്കത് ഉപകരിക്കും വേണ്ടേ. അങ്ങനെയാണ് അള്ളാഹു നൽകുക, അങ്ങനെയാണ് നൽകിയതും. അപ്പൊ മുമ്പൊരു കാലത്തും ഈ പേരിൽ ഒരാളും അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആ പേരിലുള്ള ഒരു മകനെയാണ്, യഹ്യ എന്ന പേരിലുള്ള ഒരു സന്തതിയെയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അള്ളാഹു ഇത്രയും വിവരം അറിയിച്ചു.
അള്ളാഹു ഇങ്ങനെ അറിയിച്ചാല് സക്കരിയ നബിക്ക് അത് വിശ്വാസാവില്ല. തീർച്ചയായിട്ടും വിശ്വാസാവും. എന്നാലും നിനക്ക് ഉണ്ട് എന്നിങ്ങനെ അള്ളാഹു പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ വല്ലാത്തൊരു താല്പര്യമാണല്ലോ. സന്തോഷമുള്ള വിവരങ്ങൾ തന്നെ മറ്റാളിങ്ങനെ കേൾക്കുമ്പോ അത് കിട്ടുമെന്ന് ഉറപ്പാണ്. എന്നാൽ തന്നെ ആളിങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ വല്ലാത്ത ഒരു സുഖമാണത്. അതിനു വേണ്ടിയിട്ടാണ് സക്കരിയ നബി അടുത്തത് ചോദിക്കുന്നത്. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എന്റെ പടച്ചവനെ, അന്നായക്കൂലി എങ്ങനെയാണ് എനിക്കൊരു കുട്ടി, അന്നായക്കൂലി എങ്ങനെയാണ് എനിക്കുണ്ടാവുക, ഗുലാമിന്റെ ഒരു സന്തതി ഉണ്ടാവുക. എന്നെ പറ്റി പറഞ്ഞത് 120 വയസ്സായിട്ടുണ്ട്. എന്റെ തലയിൽ ഇത് നിരക്കാൻ മുടിയൊന്നുമില്ല, ഒക്കെ നിരച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിലെ എല്ലുകളോ അതൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. പ്രായമെത്തിയിട്ടുണ്ട്, എനിക്ക് ശരീരത്തിന്റെ വളരെ ബലക്കുറവുണ്ട്. മാത്രമല്ല കാനത്തിൻവാത്തി എന്റെ ഭാര്യയാണെങ്കിൽ ആയിരിക്കുന്നു ആഖിറൻ, അവൾ പ്രസവിക്കാത്തവളായിരിക്കുന്നു. മാത്രമല്ല കത് ബലവത്തു, ഞാൻ എത്തിച്ചിരിക്കുന്നു മിനൽ കിബരി, വാർദ്ധക്യത്തിൽ നിന്ന് എത്തിയ, വാർദ്ധക്യം കാരണത്താൽ എത്തിയൻ അതിന്റെ പരമാവധിയെ അങ്ങേയറ്റത്ത് എത്തിച്ചിരിക്കുന്നു. എത്തിയെന്ന ഉണക്കം എന്നർത്ഥം. മരങ്ങളൊക്കെ ഉണങ്ങിയാൽ എത്തിയെന്നറിയും, യബസ്. അപ്പൊ വയസ്സിൽ നിന്ന് അങ്ങേയറ്റം എത്തിച്ചു. അതാണ് 120 വയസ്സന്ന് സക്കരിയ നബിക്ക്. തന്റെ ഭാര്യക്ക് അന്ന് 98 വയസ്സ്, അല്ല 99 വയസ്സ്, ഏകദേശം 100ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് സന്തതി കിട്ടുക എന്ന് പറഞ്ഞാൽ, നീ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ല, നീ ഇനി ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത സുഖമുണ്ട്, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ആ അർത്ഥത്തിലാണ് സക്കരിയ നബി ഇത് പറഞ്ഞത്. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. ഇതിന്റെ ഉത്തരമായിട്ട് അള്ളാഹു പറഞ്ഞു, ഖാല അള്ളാഹു പറഞ്ഞു, കദാലിക കാര്യം അങ്ങനൊക്കെ തന്നെ. ഖാല റബ്ബുക, ഇങ്ങനെയാണ് നിങ്ങളുടെ റബ്ബ് പറയുന്നത്. അപ്പൊ അള്ളാഹു നേരിട്ട് പറയല്ല, റബ്ബ് ദൂതൻ മുഖേന, മലക്കുകൾ മുഖേന അറിയിക്കാണ്. നിങ്ങളുടെ റബ്ബിന്റെ തീരുമാനം ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് റബ്ബ് പറയുന്നത്. എന്താ പറയുന്നത്? ഹുവ, ഇക്കാര്യം അലയ്യ, എന്റെ മേൽ, ഹയ്യനും വളരെ നിസാരമാകുന്നു. ഉണങ്ങിയതെങ്കിൽ ഉണങ്ങിയ മരം അതുണ്ടല്ലോ ഇവിടെ. ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചില്ലേ? മരമില്ലാത്ത രൂപത്തിൽ, പിതാവില്ലാത്ത രൂപത്തിൽ ഈസ നബി അലൈഹി ഇസ്ലാമിനെ പടച്ചില്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്ഭവം ആരംഭിച്ചാൽ എന്തിൽ നിന്നാണ് നിങ്ങളെ ഉണ്ടാക്കിയത്? നിങ്ങളെന്നൊരു വസ്തു ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ പിന്നെ ഒരു ഹേതുവിനെങ്കിലും മാതാപിതാക്കളുള്ളിടത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാൻ എന്ത് പ്രയാസമുള്ളത്? കത് ഹലക്തുക, തീർച്ചയായും നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നു. മീ കബലു, ഈ സന്തതിയെ പടക്കുന്നതിന്റെ മുമ്പ് പടച്ചിട്ടുണ്ട്. വലം തെക്കുവാന്ന് നിങ്ങളായിരുന്നില്ല ഷെയ്യൻ, ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ല. അങ്ങനെയുള്ള നിങ്ങളെ അത്ഭുതകരമായിട്ട് പടച്ച ആ പടച്ചവനല്ലേ ഞാന്. പിന്നെ എന്താണ് നിങ്ങൾക്കൊരു കുട്ടിയെ തരുന്നതിന്, അത് തന്നെ പ്രായം അധികരിച്ച സമയത്താകുന്നതിന്, ശരീരബലം കുറഞ്ഞ സമയത്താകുന്നതിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവിക്കാനുള്ള കഴിവുതുവരെ ഇല്ലാത്ത ഈ സന്ദർഭത്തിലാകുന്നതിന്റെ എന്ത് തടസ്സമാണുള്ളത്? യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ആ മഹത്തായ അനുഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് അള്ളാഹു വീണ്ടും സന്തോഷ വാർത്ത അറിയിച്ചു. സന്തോഷത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയപ്പോൾ സക്കരിയ നബി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഖാല റബ്ബി ജഅൽ ലീ ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമ അന്നാസ സലാസ ലയാലിൻ സവിയ. ഖാല സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എന്റെ പടച്ചവനെ, ഇജഅൽ ലീ, എനിക്ക് നീ ആക്കണം, ആയത്തിന്റെ ഒരു തെളിവിനെ ആക്കണം. എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നതിന് എനിക്ക് ഒരു തെളിവ് നേരത്തെ തന്നെ നൽകണം. ഇതെനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, എന്റെ മനസ്സിന്റെ ഒരു സന്തോഷവും ഒരു സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നീ ഒരു തെളിവ് നൽകണം. ഇതൊന്നും സക്കരിയ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഉത്തരം നൽകിയതിനെ സംബന്ധിച്ചുള്ള ശക്ക് കൊണ്ടല്ല. മുഫസ്സിറുകൾ പറയുന്നത് കാണാം, വലൈസ ഇൻദ സക്കരിയ ശക്കുൻ ഫീ ഇജാബത്തില്ലാഹി ദുആഹു. സക്കരിയ നബിയുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകി എന്നതിൽ യാതൊരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല. അതൊന്നുമല്ല കാരണം. പിന്നെ അത് ബൽ ഖസദ തഅജീലൽ മസറത്തി ലിയസ്ദാദ ഫർഹൻ വശുക്രൻ.
മസറത്ത് സന്തോഷത്തിന് വേഗം വേഗം അറിയാനുള്ള ഉദ്ദേശമായിരുന്നു. അതിന് ശുക്ർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് നീ ഒരു തെളിവാക്കണം, ഒരു തെളിവ് നൽകണം. കാല അള്ളാഹു താല അതിന്റെ ഉത്തരമായിട്ട് പറഞ്ഞു, ആയത്തുക്ക നിനക്കൊരു തെളിവുണ്ട്. ആ തെളിവെന്താ? അല്ലാ തുകല്ലിമന്നാസ, ജനങ്ങളോട് നീ സംസാരിക്കാതിരിക്കലാകുന്നു. സലാസ ലയാലിൻ, 3 രാത്രികൾ തന്നെ അതിന്റെ പകലോടുകൂടെ 3 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കില്ല എന്ന് പറഞ്ഞാല് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ തുടങ്ങിയാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു. അള്ളാഹു തെളിവ് കൊടുത്തു. സെവിയ നിങ്ങൾക്കാണെങ്കിലോ യാതൊരു കുഴപ്പമല്ല, ശരീരത്തിന്റെ യാതൊരു കുഴപ്പമുണ്ടായിട്ടും ഉണങ്ങി പോകുന്നതല്ല ഇത്. ഇത് സാധാരണ സ്വഭാവം തന്നെ. ഇത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു അടയാളമാകുന്നു എന്ന് അള്ളാഹു സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. അങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ തനിക്ക് സംസാരിക്കാൻ കഴിയണില്ല. സന്തോഷം. സാധാരണ സംസാരം മുടങ്ങിയാല് ദുഃഖല്ലേ, ഇത് സന്തോഷം, മതിരില്ലാത്ത സന്തോഷം. അങ്ങനെ ഫഖറജ, സക്കരിയ നബി അലൈഹിസ്സലാം പുറപ്പെട്ടു വന്നു, അലാ ഖൗമിഹി, തന്റെ ജനതയുടെ മേൽ, മിനൽ മെഹ്റാബി, പള്ളിയിൽ നിന്ന് തനിക്ക് തയ്യാറാക്കിയ ഒരു ഒഴിഞ്ഞ റൂമുണ്ട്. ആ റൂമിലാണ് താൻ സാധാരണ ഇരിക്കാറുള്ളത്. അവിടെ നിന്നാണ് നിസ്കരിക്കാനും ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും താൻ കടന്നു വരാറുള്ളത്. ഇന്ന് കടന്നു വന്നു. എന്നിട്ടോ ഫൗഹാ ഇലൈഹിം, ആ ജനങ്ങളിലേക്ക് താൻ അറിയിച്ചു, അൻ സബ്ബിഹു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലൂ, എന്ന നിസ്കാരം നിർവഹിക്കൂ, മുക്കർത്തം അശിയൻ, ഇന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിങ്ങളുടെ അമലുകളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വരുന്നില്ല, 3 ദിവസം ഇത് തുടരും എന്നുള്ള വിവരം സക്കരിയ നബി അലൈഹിസ്സലാം അവരെ അറിയിച്ചു. ഇങ്ങനൊരു അടയാളം എനിക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് നേരത്തെ അവരോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഞെട്ടലില്ല. സക്കരിയ നബിക്ക് വളരെ സന്തോഷമാണുള്ളത്. തന്റെ കുടുംബത്തിന് അതിലേറെ സന്തോഷമാണുള്ളത്. ഇവരുടെ സന്തോഷത്തിൽ ആ ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു അത്. അർഹമുർ റഹീമായ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം ധാരാളം സന്തോഷങ്ങൾ നൽകുമാറാവട്ടെ. നമുക്ക് നൽകുന്ന സന്തതികളൊക്കെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക്, നാടിന്റെ നാട്ടുകാർക്ക്, ദീനിന്റെ ഒക്കെ ഉപകരിക്കുന്ന സ്വാലിഹുകളാക്കി തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.